ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അബുദാബിയിൽ എത്തിയിട്ട് ഇന്ന് നമ്മളൊരു ചെറിയൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെയാണെന്നല്ലേ, നമ്മുടെ ഒരു മെറ്റേണിറ്റി അല്ലെങ്കിൽ പ്രഗ്നൻസി റിവീൽ എന്നൊക്കെ പറയുന്ന രീതിയിലത്തെ ഒരു ഫോട്ടോഷൂട്ടാണ്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഞാനും അക്കിയുണ്ട്, അതേപോലെ വേറെ 2 കപ്പിൾസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വ്ളോഗിൽ എപ്പോഴും വരുന്ന ശ്രീതേട്ടനും അഞ്ജലിയും അതുപോലെ നീനയും റിജോ ചേട്ടനും. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ റിജോ ചേട്ടനായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എത്തിയിട്ട് ഇൻഡോർ ഷൂട്ടാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ നമ്മൾ ശ്രീതേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മളത് പ്ലാൻ ചെയ്തത്. കാരണം അവിടെ അവരുടെ ആ ഒരു കേർട്ടനും ലൈറ്റിങ്ങൊക്കെ വരുമ്പം ഇൻഡോർ ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് അവിടെ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി നമ്മൾ. കാരണം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളുണ്ട്, നമ്മൾ വിചാരിച്ച പോലത്തെ ആ ഒരു ഭംഗിയുള്ള പിക്ക് നമുക്ക് കിട്ടും. പിന്നെ കുറച്ചും കൂടി വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോയിട്ട് ഔട്ട്ഡോർ ഷൂട്ട് എടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ബ്ലാക്ക് തീമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഗേൾസ് എല്ലാവരും ബ്ലാക്ക് ഗൗൺ പോലത്തെ സംഭവമാണ്, അതായത് ബോഡി കോൺ പോലത്തെ ഡ്രസ്സും, ബോയ്സ് ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പം ഷൂട്ട് ഒരു ഉച്ച സമയത്തോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഓരോ കപ്പിൾസായിട്ട് ഇങ്ങനെ മാറി മാറി നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേ ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 3 ആൾക്കാരും പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിചാരിച്ച പോലത്തെ ഫോട്ടോസ് നമുക്ക് കുറേ കിട്ടിയിട്ടോ. അതൊരു ഭയങ്കര ലക്കി കാര്യം കൂടിയല്ലേ, നമ്മൾ ഫ്രണ്ട്സ് 3 പേരും ഒരേ ടൈമിൽ പ്രഗ്നൻ്റ് ആവുക, കുറച്ച് മാസങ്ങൾ വ്യത്യാസത്തിൽ. അതെന്തായാലും ഈ ഒരു പ്രഗ്നൻസി ജേർണി കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു കാര്യം കൂടി ആയിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പ്രോപ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഫോട്ടോഷൂട്ടിന് എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്നുള്ള രീതിയിൽ. എന്തായാലും നല്ല രസമായിട്ടുള്ള ഫോട്ടോഷൂട്ട് തന്നെയായിരുന്നു ഇൻഡോറിൽ നടന്നത്. ഇനി പുറത്തോട്ട് പോകുമ്പം നമ്മൾ വിചാരിച്ചത് ആ വെയിൽ കാരണം ബുദ്ധിമുട്ടാവുന്നതാണ്. പക്ഷെ എന്നാലും നമ്മളെല്ലാവരും ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കത് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റി. അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, റിജോ ചേട്ടൻ്റെ ഫോട്ടോസ് എടുത്തത് ശ്രീതേട്ടനാണ്. കാരണം അവർക്കും ഫോട്ടോസ് കിട്ടണമല്ലോ. അപ്പം നമ്മുടെ ശ്രീതേട്ടനാണ് ആ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ ഒരുവിധം ഇൻഡോർ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങുകയാണ്. ഓക്കെ, നമ്മളിനി അടുത്തതായിട്ട് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ എന്താ കയ്യിലുള്ള പ്രൊട്ടക്ഷൻ നമ്മളപ്പം ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അബുദാബിയിൽ തന്നെയുള്ള ഒരു ബൊട്ടാണിക്കൽ പാർക്കാണ്, ഉമൽ എമിറാത്ത് പാർക്ക് എന്ന് പറയും. അപ്പോൾ നമ്മുടെ യാത്ര ഇനി അങ്ങോട്ടേക്കാണ്. എൻട്രി ഫീ ഉണ്ട്, 10 ദിർഹം വെച്ചിട്ടുണ്ട് ഫീസ്. അപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി ഉള്ളത് കൊണ്ട് തന്നെ ക്യാമറ ജസ്റ്റ് ഒന്ന് നമ്മൾ അവിടെ പോയി പറയണം, നമുക്കിങ്ങനെ ക്യാമറ ഉണ്ട്, പക്ഷേ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അതിടയ്ക്കിടയ്ക്ക് ഈ ഒരു പാർക്ക് നമ്മൾ വിചാരിക്കണേക്കാളും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമുക്ക് ആകെ പറ്റിയൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ഒരു സമ്മർ ടൈമിൽ നമ്മൾ ഈ ഒരു പാർക്ക് വിസിറ്റ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല. എന്തായാലും നമ്മൾ ഈവനിങ് ആണ് ഇറങ്ങിയതെങ്കിലും ചൂട് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ കുറച്ച് പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മളിത് നല്ല സ്പോട്ടുകൾ തപ്പി നമ്മൾ നടക്കുകയാണ്. കാരണം വെയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നല്ല നല്ല ഫോട്ടോസ് കിട്ടും വേണം. എന്നാൽ വെയിലിൻ്റെ ആ ഒരു ആഘാതം നമുക്കധികം ഏൽക്കാനും പാടില്ല. വൈകുന്നേരമാണ് വന്നതെങ്കിലും ഞങ്ങൾക്ക് കാണാമല്ലോ, അത്യാവശ്യം നല്ല ചൂടും ഹ്യൂമിഡിറ്റിയും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഫോട്ടോ ഷൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ഈ കല്ലും ഇതൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സ്പോട്ടിലാണ്. നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നമ്മുടെ 3 പേരുടെ കുറച്ച് ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
നിങ്ങൾ ഈ കാണുന്ന എൻ്റെ ഈ വ്ളോഗിങ്ങിന് ആവശ്യമുള്ള ബിറ്റൊക്കെ എടുത്തതാക്കിയാണ് കേട്ടോ. കാരണം പുള്ളിക്കാരനാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ നമ്മൾ ഫോട്ടോസ് എടുത്ത് അടുത്ത സ്പോട്ടിലോട്ട് നമ്മൾ പോയി. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഇൻഡോറായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഭയങ്കര രസമാണ്. ഇതിൻ്റെ അകത്ത് ആ ഒരു ഫോഗി ഫീലൊക്കെ ഉണ്ട് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ. നല്ല ഭംഗിയായിട്ട് തന്നെ അവരെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടും. നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ മുഖത്തോട്ട് ഇങ്ങനെ വെയിലടിക്കുമ്പം നമ്മുടെ എല്ലാവരുടെയും എക്സ്പ്രഷൻസ് പല രീതിയിലാണുള്ളത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. വ്ളോഗ് നമുക്ക് ഓപ്പൺ ഏരിയയിൽ പോലെ ഒരു വിക്ടറി പറ വിക്ടറി. ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗിൽ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല. കാരണം നമ്മുടെ ഈ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ പിൻഭാഗത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു, ബിഹൈൻഡ് ദ സീൻസാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക റോ ആയിട്ടുള്ള വീഡിയോസാണ് ഈ ഒരു വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിൽ വന്ന് ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് ഞങ്ങളൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്പോട്ട് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. അതിന് കുട്ടി വന്നതിന് ശേഷമാണ് അതിൻ്റെ കംപ്ലീഷൻ പാർട്ട് വരുന്നുണ്ടാവുക. പിന്നെ നമ്മൾ ലാസ്റ്റ് പാർട്ട് ഈ ഒരു ഓപ്പൺ ഏരിയയിൽ വന്നിട്ട് ഇതേപോലെ കപ്പിൾസിൻ്റെ കുറച്ച് ഫോട്ടോസ്, നീനയുടെയും റിയോ ചേട്ടൻ്റെയും ഫോട്ടോസ് അത്ര കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് ഇവരുടെയും കൂടി എടുത്ത് നമ്മുടെ ആ ഒരു പരിപാടി ഏകദേശം വൈൻഡപ്പിംഗ് മോഡിലോട്ട് എത്തി. ക്യാമറമാൻ, ഹലോ ക്യാമറമാൻ. ഏയ് കണ്ണടക്കൊന്നും വേണ്ട. നിങ്ങൾ അനങ്ങാതെ അതേ ഒരെണ്ണം കൂടെ അനങ്ങാതെ അതെന്നോ. ഒരു പൂവ് ചോദിച്ചോ, എനിക്കിങ്ങനെ 5 പൂവ് തന്നു. സന്തോഷായ 5 പൂവ്? ഓക്കെ. അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഷൂട്ട്? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? വിചാരിച്ച പോലത്തെ ഫോട്ടോസ് ഒക്കെ കിട്ടിയോ? യെസ്. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താണ്? അഞ്ജലിയുടെ വളക്കാപ്പ് പരിപാടി കൂടി ഉണ്ട്. അപ്പൊ അതിന് പോയിട്ട് ഓക്കെ. അങ്ങനെ ദേ തൊപ്പിയൊക്കെ മുകളിലോട്ട് എറിഞ്ഞ് ഞാൻ പാക്കപ്പൊക്കെ പറഞ്ഞു. നമ്മുടെ പരിപാടി ഇവിടെ തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് നാട്ടിലോട്ട് പോകേണ്ട ഒരു പരിപാടി ഉണ്ട്, 1 മാസത്തേക്ക് ഞാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫി പരിപാടിയൊക്കെ ഇവിടെ എൻഡ് ചെയ്തു. എല്ലാവർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരെ വെച്ച് പിടിച്ചത് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പോവാണ്. ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മളെല്ലാവരും എത്തി. അപ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പം കുറച്ച് പേർക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് പേർക്ക് കുറച്ച് അധികം വിശപ്പുണ്ട്. പിന്നെ നമുക്ക് നേരെ ഇനി ദുബായിലോട്ട് ട്രാവൽ ചെയ്യണം. അപ്പോൾ എല്ലാവരും കൂടി വിചാരിച്ചു ദേ ഈ കാണുന്ന മന്തി നമ്മൾ ഓർഡർ ചെയ്തു. എടുത്ത് കഴിക്കാൻ ചെല്ലി ഫുഡ്. അപ്പം നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം ഗൈസ്. അപ്പം ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ജേർണി. ഓക്കേ, താങ്ക് യു. ഓക്കേ. അങ്ങനെ എല്ലാവരും എന്നോട് യാത്രയൊക്കെ പറഞ്ഞ് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ജേണിയൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ഒരു 6 ദിവസത്തെ എൻജോയ്മെൻ്റ് അവിടെ തീരുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടാനുണ്ട്. ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് റിജു ചേട്ടൻ തരും. എന്തായാലും അതൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ നല്ല നല്ല ഫോട്ടോസ് ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ കൊടുക്കാം.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുന്നതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.